വ്യാപാര കരാർ ചർച്ചകൾക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംഘം ന്യൂയോർക്കിലെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഗോയൽ യുഎസിലെത്തിയത്. അതേസമയം തന്നെ 80ാമത് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ എസ് ജയശങ്കർ ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ചർച്ച നടത്തുകയാണ്. ആ ചർച്ച രാത്രി 8:30-ക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഈ വ്യാപാര കരാറിന്മേൽ ഒരു അന്തിമ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നത് തന്നെയാണ് ആകാംക്ഷ. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്ന ഉദ്വേഗം നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മാർക്കോ റൂബിയോയും എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, അമേരിക്കയുമായി പെട്ടെന്ന് തന്നെ ഒരു വ്യാപാര കരാറിൽ എത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ആദ്യ പടിയെന്നോണമാണ് ബ്രണ്ടൻ ലിഞ്ച് ഇന്ത്യയിലെത്തി ആദ്യ ചർച്ചകൾ നടന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളുടെ 6ാം ഘട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയെന്നോണമാണ് ബ്രണ്ടൻ ലിഞ്ചിൻ്റെ ഇന്ത്യയിലെ സന്ദർശനവും ഇന്ത്യയിലുള്ള ചർച്ചകളും നടന്നിരുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇരുവിഭാഗവും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അത് പോസിറ്റീവ് ആണെന്ന ഉള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യൻ പ്രതിനിധികളും അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിനിധികളും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം അമേരിക്കയുടെ ക്ഷണപ്രകാരമാണ് നിലവിൽ പീയൂഷ് ഗോയൽ ഉൾപ്പെട്ട സംഘം അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്ന് ന്യൂയോർക്കിൽ ചർച്ച നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ ചർച്ചകൾക്ക് ശേഷം വാഷിംഗ്ടൺ DC-യിൽ നാളെ മുതൽ വീണ്ടും ചർച്ചകൾ പുരോഗമിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഘട്ടത്തിൽ പീയൂഷ് ഗോയൽ നിലവിൽ X അക്കൗണ്ട് വഴി പങ്കുവച്ച ഒരു പോസ്റ്റും അതും നിർണായകം തന്നെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നവരാത്രി സന്ദേശം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും സ്വന്തമായി നിലകൊള്ളണം. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകത്തിന് പല രാജ്യങ്ങൾക്കും തിരിച്ചറിയില്ല. ഇന്ത്യ ഒരു സ്വദേശിവൽക്കരണം നടത്തണം. ഇന്ത്യ സ്വന്തം ഉപകരണങ്ങൾ, സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത പൂർണ്ണമായി കൈവരിക്കണമെന്നുള്ള സന്ദേശം അദ്ദേഹം ആ പോസ്റ്റിലൂടെ നൽകുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ വിറ്റ് ഒരു ലാഭം കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശമാണ് തീർച്ചയായിട്ടും വ്യാപാരികൾക്കുൾപ്പെടെ പീയൂഷ് ഗോയൽ നൽകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ എസ് ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ US സന്ദർശനം. UN-ന്റെ 80ാമത് ജനറൽ അസംബ്ലി സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ജയശങ്കർ US-ലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:30-നാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യാപാര കരാർ ഉൾപ്പെടെ ചർച്ചയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ H-1B വിസ അത് കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി, ഇന്ത്യയിലെ പ്രധാനമായിട്ടും IT സെക്ടറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഉൾപ്പെടെ ബാധിച്ച വലിയൊരു പ്രശ്നം, അത് ഉൾപ്പെടെ ഇന്നത്തെ ഈ ചർച്ചയിൽ മുഖ്യ വിഷയമായി വരാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ UN-ന്റെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് പിന്നീട് മാറ്റി എസ് ജയശങ്കർ സംസാരിക്കും എന്നുള്ള രീതിയിൽ പിന്നീട് ഒരു ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് എസ് ജയശങ്കർ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം US-ലെത്തിയപ്പോൾ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ ജൂലൈയിൽ അടുത്ത ഘട്ട കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3ാം തവണയാണ് മാർക്കോ റൂബിയോയുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, US ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് എസ് ജയശങ്കറും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായി, അതായത് ഇന്ത്യയുടെ ഏറ്റവും ഉന്നതതലത്തിലുള്ള 2 നയതന്ത്ര പ്രതിനിധികൾ, 2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഈ 2 കൂടിക്കാഴ്ചകൾ, ഈ പീയൂഷ് ഗോയലിൻ്റെയും അതുപോലെ തന്നെ എസ് ജയശങ്കറിൻ്റെ കൂടിക്കാഴ്ചകൾ വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീജ. ശരി, അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.